അങ്ങനെയിരിക്കെയാണ് ആ ദുരന്തം സംഭവിച്ചത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ജോണിന്റെ കൃഷിയിടത്തിലേക്ക് ഭീമാകാരനായ ഒരു കാട്ടുപോത്ത് അതിക്രമിച്ചു കയറി. വിളകൾ നശിപ്പിക്കുന്നത് കണ്ട ജോൺ അതിനെ തുരത്താനായി തോക്കുമെടുത്തു അങ്ങോട്ടേക്ക് ഓട്ടി. എന്നാൽ കലിയിളകിയ കാട്ടുപോത്ത് ജോണിന് നേരെ തിരിഞ്ഞു. നിമിഷനേരം കൊണ്ടായിരുന്നു ആക്രമണം. കൂറ്റൻ കൊമ്പുകൾ കൊണ്ട് അത് ജോണിനെ കുത്തിമറിച്ചിട്ടു. വലതുകാലിൽ ആഴത്തിൽ മുറിവേറ്റു. എല്ലുകൾ തകരുന്ന ശബ്ദം കേട്ടു. ചോരയിൽ കുളിച്ച് അനങ്ങാൻ കഴിയാതെ ജോൺ നിലത്തു വീണു. തന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് ആ നിമിഷം തന്നെ ജോൺ തിരിച്ചറിഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ട ജോണിന്റെ മുന്നിലേക്ക് ഒരു ഇടിമിന്നൽ പോലെയാണ് ടൈഗർ പാഞ്ഞെത്തിയത്. തന്റെ യജമാനനെ വീഴ്ത്തിയ കാട്ടുപോത്തിനെ കണ്ടതും ടൈഗറിലെ വന്യമൃഗം ഉണർന്നു. കാട് നടുകുന്ന ഗർജനത്തോടെ അവൻ പോത്തിനു നേരെ ചാടി വീണു. അതൊരു ഭീകരമായ പോരാട്ടമായിരുന്നു. ടൈഗറിന്റെ കൂർത്ത പല്ലുകൾ പോത്തിന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ഭീമാകാരനായ പോത്തിന് ടൈഗറിന്റെ രൗദ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ കാട്ടുപോത്തിനെ വലിച്ചു കീറി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ടൈഗർ ജോണിനെ നോക്കി മെല്ലെ മുരണ്ടു. അത് സ്നേഹത്തിന്റെ മുരൾച്ചയായിരുന്നു. തന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും ജോണിന്റെ മുഖത്ത് വേദനയേക്കാൾ കൂടുതൽ ആശ്വാസമായിരുന്നു. കാരണം താൻ തനിച്ചല്ലെന്നും ജീവനേക്കാൾ സ്നേഹിക്കുന്ന, തന്നെ സംരക്ഷിക്കാൻ മടിക്കാത്ത ഒരു കാവൽക്കാരൻ കൂടെയുണ്ടെന്നും